എത്രയോ പേരെ തല്ലി താഴെയിടുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള കേരളത്തിലെ അധികായനെ വരെ SFIക്കാർ തല്ലിയിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. CPM പലപ്പോഴും ഇത് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിക്ക് തന്നെ കണ്ണൂരിൽ ഏറുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറയാനുള്ള ധാർമ്മികമായ അവസരം അവർക്കുള്ള ധാർമ്മികമായ ഇത് എത്രത്തോളം ഉണ്ടെന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പറയുന്നത് ഇതിനകത്തൊരു പിന്നെ ഒരു ശ്രമം, ഇത്തരത്തിലുള്ള ഒരു ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും, അതിനിടയ്ക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും പോലീസ് അതിൽ FIR ഇട്ടിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. നമുക്ക് FIRന്റെ കോപ്പി നമുക്ക് മുന്നിലുണ്ട്. മാരകായുധം അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ചുള്ള ഒരു ആക്രമണത്തിനുള്ള ശ്രമം നടന്നു, കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് അടുത്തു എന്നതാണ് FIRൽ ഉൾപ്പെടെ പറയുന്നത്. ഹരീഷ്, ഞാനിവിടെ ചോദിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങളിൽ ഇതുപോലെ ഏർപ്പെടാറുണ്ട്. ജനാധിപത്യത്തിൽ പ്രതിഷേധത്തിന് ഒരു സ്ഥാനമുണ്ട്. തിരുത്തപ്പെടേണ്ടത് തിരുത്തണം, അതിനുവേണ്ടി പ്രതിഷേധങ്ങൾ നടത്തേണ്ടുന്ന സാഹചര്യവും ഉണ്ടാകും. ആ കാര്യങ്ങളിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ ഇവിടെ മന്ത്രിയുടെ അടുത്ത് വരെ പ്രവർത്തകർ എത്തുന്നു, അവിടെ അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മന്ത്രി ഈ രീതിയിൽ അസ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് പറയുന്നു, അതിൽ മെഡിക്കൽ സപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് ഒരു ചർച്ച വരുമ്പോൾ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അവരെ ഏറ്റവും മുതിർന്ന നേതാക്കൾ വരെ നടി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ്. പലതരത്തിലുള്ള ഇനാം പ്രഖ്യാപനങ്ങൾ നടക്കുകയാണ്, തെളിവുകൾ എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ഈ അക്രമത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു പൊതുവിടത്തിൽ മന്ത്രിക്ക് നേരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, അവർ അതിൽ അസ്വസ്ഥത പ്രകടിക്കുമ്പോൾ, അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അതിൽ കേസെടുക്കുമ്പോൾ ഈ രീതിയിലാണോ മുതിർന്ന നേതാക്കൾ പ്രതികരിക്കേണ്ടത്? അല്ല, അവരെ നടിയെന്ന് വിളിക്കുന്നതോ അല്ലെങ്കിൽ അത് അഭിനയമാണ് എന്ന് പറയുന്നതോ സത്യത്തിൽ നമ്മുടെ ഒരു നല്ല ഒരു പൊളിറ്റിക്കൽ കൾച്ചറിന് ചേർന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപക്ഷെ ശ്രീ വീണ ജോർജിന്റെ കുറ്റമായിരിക്കില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം വന്നിട്ടുള്ള പ്രഖ്യാപനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നോക്കും, അവരെ കൊല്ലാനുള്ള ശ്രമം ഉണ്ടായി എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു എന്നാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്ന് കോടതിയിലായിരുന്നു, എനിക്ക് ആ വാർത്തയൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അപ്പുകുട്ട ഓവറാക്കല്ലേ എന്നൊരു സിനിമയിൽ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരാൾക്ക് പരിക്ക് പറ്റി, അവർ ആശുപത്രിയിലാണ് എന്ന് പറയുന്നത് വരെയുള്ളത് ഓക്കെയാണ്. അതിനുശേഷം അതിനെ പൊലിപ്പിച്ച് ഈ കൊലപാതകത്തിനുള്ള ശ്രമമാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മൾ കോളേജ് രാഷ്ട്രീയത്തിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്, അല്ലാതെ അതിനപ്പുറത്തേക്ക് കാണുന്നില്ല. അപ്പൊ അതിനോട് സ്വാഭാവികമായിട്ടും റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതേ നിലവാരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി റിഗ്രസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിലേക്കാണ് പോകുന്നത്. ഒരു സ്ത്രീ പൊതുസ്ഥലത്ത് വെച്ച് ശാരീരികമായി എന്താ പറയുക കൈകാര്യം ചെയ്യപ്പെടുന്ന രീതിയിൽ പോലീസ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു സംഗതിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യപ്പെടുക, അവരുടെ കഴുത്തിന് ഒരു പരിക്ക് പറ്റുക, അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുക, അതിന്റെ ചികിത്സ തേടുക, അതുവരെയുള്ള കാര്യം